കേൾക്കാം. ഇപ്പോൾ നിർമ്മാതാവ് അനൂപ് കണ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനൂപ് കണ്ണൻ, ഇന്നിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പരസ്യമായി തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുമുണ്ട്. താങ്കളാണ് നിർമ്മാതാവ് അല്ലേ ഇത്തരത്തിൽ 25 ലക്ഷം രൂപ നഷ്ടമായ? വളരെ വാസ്തവമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഒരു ആർജവത്തിന് അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. താങ്കൾ ഇത് സംഘടനയിൽ പരാതി നൽകിയിരുന്നു, പക്ഷെ ഒരു തരത്തിലുള്ള നടപടികളും അതിലുണ്ടായില്ല, അല്ലെങ്കിൽ താരവും ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതാണോ? ബന്ധപ്പെട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ അന്ന് തന്നെ രേഖാമൂലം, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ രേഖകളെല്ലാം ഉൾപ്പെടെ വിശദമായിട്ടുള്ള ഒരു പരാതി പ്രൊഡ്യൂസർ അസോസിയേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അതിന് പരിഹാരം ഉണ്ടാക്കും എന്നുള്ളത് ആയിരുന്നു എനിക്ക് കിട്ടിയ ഉറപ്പ്. അപ്പൊ ഏകദേശം ഇത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്തു. അന്ന് എന്നോട് അവര് സൂചിപ്പിച്ചത് ശ്രീ ബിജു മേനോന്റെ അടുത്ത സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപായിട്ട്, റിലീസിന് മുൻപായിട്ട് നമുക്ക് ഇതിനൊരു തീരുമാനമെടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ ലാസ്റ്റ് വീക്ക് അദ്ദേഹത്തിന്റെ സിനിമ റിലീസായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ഒരു നീതി ലഭിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് ഒന്നുകൂടി സംസാരിച്ചിട്ട് അതുമായി ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരുന്നു ഒരു തീരുമാനം. ഈ കരാർ എന്ന് പറയുമ്പോൾ അതിൽ പ്രൊമോഷന്റെ തീയതികൾ കൂടി ചേർത്ത്, അല്ലെങ്കിൽ പ്രൊമോഷന്റെ കൂടി ഭാഗഭാക്കാകാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ താരങ്ങൾ ഒപ്പുവെക്കുന്നത് അല്ലേ? മറ്റ് സിനിമകളുടെ എന്തെങ്കിലും തിരക്കുകൾ ആയതുകൊണ്ടാണോ പങ്കെടുക്കാതിരുന്നത് ഈ പ്രൊമോഷനിൽ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോ ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു നടനോ നടിയോ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നതിന്റെ ഒരു കരാറാണ്. അപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ റിലീസിന്റെ സമയത്ത് പ്രൊമോഷന് വേണ്ടിയിട്ട് 10 ദിവസം സഹകരിക്കാം എന്നുള്ളതാണ് ആ കരാറിലുള്ളത്. അപ്പൊ പലർക്കും പല സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇപ്പൊ സാധാരണ രീതിയിൽ ഇവിടെ നടന്നു പോകുന്നത് ഒരു 2-3 ദിവസത്തെ ക്യാമ്പയിൻ ആയിരിക്കും. അപ്പൊ എല്ലാ മീഡിയാസിനെയും വിളിച്ചിട്ട് ഈ ഒരു 2-3 ദിവസമായിരിക്കും അതിന് വേണ്ടിയിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതായത് ഈ തിയേറ്റർ വിസിറ്റ്, ഇന്റർവ്യൂസ്, അതൊക്കെയല്ലേ പ്രൊമോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, തിയേറ്റർ വിസിറ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ക്യാമ്പയിൻ ആയിട്ടാണ് ഇപ്പോ ഉള്ളത്. പക്ഷെ ഇതിന്റെ ബിഫോർ റിലീസ് ഈ സിനിമയെ പറ്റിയിട്ട്, ഈ സിനിമയുടെ സ്വഭാവത്തെ പറ്റിയിട്ട്, ഈ സിനിമയിൽ എന്തുകൊണ്ട് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ആ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണ്, അങ്ങനെയൊക്കെ ഈ നടീനടന്മാര്, പ്രധാനപ്പെട്ട നടീനടന്മാര്, ആളുകൾക്ക് ഇഷ്ടമുള്ള നടീനടന്മാര് ഇരുന്ന് പറയുമ്പോഴാലോ അതിന് റീച്ച് കിട്ടുന്നതും ആ സിനിമയുടെ ടൈറ്റിലിന് ഒരു വിസിബിലിറ്റി കിട്ടുന്നതും. അതിനു വേണ്ടിയിട്ടാലോ നമ്മൾ ഈ നടീനടന്മാർക്ക് അവരാവശ്യപ്പെടുന്ന ശമ്പളം കൊടുത്ത് അതിനു വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു ഗീവ് ആൻഡ് ടേക്ക് കാര്യങ്ങളാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റും ഉണ്ട്. അപ്പൊ അവരുടെ പേഴ്സണൽ സൗകര്യപൂർവ്വം ഇതിൽ നിന്ന് പലപ്പോഴും മാറിപ്പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ബിജു മേനോനിൽ നിന്ന് മാത്രമാണോ താങ്കൾക്ക് ഇതിൽ ദുരനുഭവം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്? ഇപ്പൊ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയായിരുന്നു മെക്സിക്കൻ അപാരത എന്ന് പറയുന്ന സിനിമ. അപ്പൊ മെക്സിക്കൻ അപാരതയുടെ സമയത്ത് ഞങ്ങളെല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാം ഒരു ഒറ്റ മുനയോട് കൂടിയിട്ട് നിന്ന് അതിന്റെ മാർക്കറ്റിംഗ് പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടാണ് ആ സിനിമയുടെ ബിഫോർ റിലീസ് അതിന് അത്രമാത്രം റീച്ച് കിട്ടിയത്. അത്തരത്തിലുള്ള ഒരു കാര്യം എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ചോദിച്ചത് ഇതായിരുന്നു, ബിജു മേനോൻ മാത്രമാണോ നിസ്സഹകരിച്ചത്, അതോ മറ്റേതെങ്കിലും താരങ്ങൾ കൂടി ഉണ്ടോ? അത്തരത്തിൽ പല താരങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ബിജു മേനോന്റെ പേരാണ് ഇന്നാകെ പരാമർശിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായത്. പിന്നീട് ഒരു തരത്തിലും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഇതിൽ അദ്ദേഹം പ്രതികരിക്കുകയൊന്നും ചെയ്തില്ലേ? സമയത്ത് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, അപ്പൊ ചേട്ടനെ ഇത് സഹകരിക്കണം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിരന്തരം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാനേജറെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അതായത് ഈ പൈസ, ഈ എമൗണ്ട് ഇത്തരത്തിൽ രീതിയിൽ സഹകരിച്ചില്ലെങ്കിൽ ഈ എമൗണ്ട് നഷ്ടമാകും എന്ന് ഉള്ള രേഖാമൂലമുള്ള ഒരു ലെറ്റർ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. ഇതിൽ ഈ സംഘടനകൾ സമയബന്ധിതമായി ഇടപെടാത്തതും ഒരു പ്രശ്നമാണോ? അതല്ലെങ്കിൽ ചില താരങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഇളവുകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ അവർ മാത്രം നിസ്സഹകരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പല പ്രമുഖ താരങ്ങളെയും, ഈവൻ സൂപ്പർ സ്റ്റാറുകളെ പോലും നമ്മൾ കാണുന്നുണ്ട് ഇത്തരം പ്രൊമോഷൻ പരിപാടികൾക്ക്. ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത് ഏറ്റവും
യുക്തിയായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഞാനെന്നല്ല ബഹുഭൂരിപക്ഷം. ഇപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് നാളുകളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, സംവിധായകനായിട്ടും നിർമ്മാതാവായിട്ടും ഒക്കെ. അപ്പൊ ഞാനുമായിട്ട് ബന്ധപ്പെട്ടുന്ന നമ്മളുടെ എല്ലാ കോളീഗ്സും എല്ലാ ആൾക്കാരും സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രതികരണം വളരെ ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ അനൂപ് കണ്ണൻ. അദ്ദേഹം നിർമ്മാതാവാണ്. അദ്ദേഹത്തിന്റെ സിനിമയ്ക്കാണ് ബിജു മേനോൻ ഇത്തരത്തിൽ പ്രൊമോഷനിൽ പങ്കെടുക്കാത്തതിനാൽ 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായത്. ഇന്നിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ പരാമർശിച്ചതും അതിനെക്കുറിച്ചാണ്. അദ്ദേഹം നേരത്തെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പരാതി നൽകിയതാണെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. താരമാണെങ്കിലും പോസിറ്റീവായി പ്രതികരിച്ചില്ല എന്നതാണ് അനൂപ് കണ്ണൻ ഇപ്പോൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. സജോ ദേവസിയും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.